വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആ വിഷാംശത്തിൻ്റെ ബാക്കി കിട്ടിയതും കൊണ്ട് ശാലിനി അങ്ങ് റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ശാലിനി ആ മരുന്ന് ആ ബാക്കിയതും കൈ പിടിച്ചുകൊണ്ട് ആലോചിക്കുന്നുണ്ട്. അന്ന് സിദ്ധം പറഞ്ഞത് ഉപവാസം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ജീവനെടുക്കും, ഒരു കൈക്കുഞ്ഞിൻ്റെ കരച്ചിൽ നാം കാതുകളിൽ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ശാലിനി ഓർത്ത ശേഷം ശാലിനി സ്വയം പറയുകയാണ്, സുസ്മിത, ഇത്തവണ നീ പെട്ടു. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊക്കെ നീ സത്യാമ്മയുടെ വീട്ടിലല്ല ശിക്ഷ അനുഭവിക്കാനായിട്ട് പോകുന്നത്, സബ് ജയിലിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം മേശയുടെ ഡ്രോയറിലേക്ക് ആ തെളിവ് ശാലിനി വയ്ക്കുകയാണ്. അന്നേരം ഇതൊക്കെ വാതിൽക്കൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് സുസ്മിത ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി റൂമിൽ നിന്നും പോയ ശേഷം സുസ്മിത വരികയാണ്. എന്നിട്ട് ആദ്യം മേശ തുറന്നിട്ട് ആ തെളിവ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ പെടുമല്ലോ, ഇനിയിപ്പോൾ എൻ്റെ വിരലടയാളമൊക്കെ അതിലുണ്ട് എന്നിട്ട് സ്വയം പറയുകയാണ്, എന്തിനാ സുസ്മിത നീ പേടിക്കുന്നത്, നിൻ്റെ തെളിവുകളല്ലേ നിൻ്റെ കൺമുന്നിൽ ഇരിക്കുന്നതെന്ന്. എന്നിട്ട് ആ കവർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലെങ്കിൽ വേണ്ട, വേറൊരു ബുദ്ധി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് സുസ്മിത പോയിട്ട് വേറെ എവിടെ പോയിട്ട് അതേപോലെയുള്ള വേറൊരു കവർ വരികയാണ്. അതിനകത്തും വെള്ള കളറിലുള്ള എന്തോ ഒരു പൊടിയുമുണ്ട്. എന്നിട്ട് ശാലിനി വെച്ചിട്ട് പോയ തെളിവ് മാറ്റിയിട്ട് പകരം സുസ്മിത കൊണ്ടുവന്ന തെളിവ് അവിടെ വയ്ക്കുകയാണ്. എന്നിട്ട് സ്വയം പറയുകയാണ്, എടി ചായക്കടക്കാരിയുടെ മോളെ, നീ ഇനി എത്ര IAS പരീക്ഷ പാസ്സായെന്ന് പറഞ്ഞാലും നീ ചായക്കടക്കാരി ശാരദാമ്മയുടെ മകൾ തന്നെ ആയിരിക്കും. ഇതിലിപ്പോൾ ഉള്ളത് നിന്റെ വെള്ളടയാളമാണ്. നീ എന്നെ പൂട്ടാമെന്ന് കരുതിയതല്ലേ, പൂട്ടാൻ പോകുന്നത് നീ തന്നെയാണ്. സബ് ജയിൽ എനിക്ക് വേണ്ട, നീ തന്നെ എടുത്തോ, ഞാൻ സത്യാമ്മയുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നുള്ള മട്ടിൽ, ജയിച്ച മട്ടിൽ ആ തെളിവ് മാറ്റി അങ്ങനെ വിജയിച്ചു നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് ആകെ സങ്കടത്തോടെ ശാലിനി രാഘവൻ നായരുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം മോള് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അത്രയ്ക്ക് സുഖകരമായ വാർത്തയൊന്നുമില്ല, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അമ്മയും പിന്നെ വസുമതി ആൻറ്റിയെ കാണാൻ പോയിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം എന്നിട്ട് എന്ത് സംഭവിച്ചു, ഒരു ഒത്തുതീർപ്പിനും സാധ്യതയില്ലേ എന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. ഇല്ല, സത്യാമ്മ കാലുതൊട്ട് മാപ്പ് പറഞ്ഞാൽ പരാതി പിൻവലിക്കാമെന്ന് അവർ പറഞ്ഞു. വിഷ്ണുവേട്ടന് പറ്റിയൊരു കയ്യബദ്ധമാണ്, എന്തെങ്കിലും വീണ് കിട്ടാനായിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നില്ലേ, ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. തുടർന്ന് ജാമ്യം കിട്ടില്ലേ എന്ന് രാഘവൻ നായർ അന്വേഷിക്കുന്നുണ്ട്. അന്നേരം സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല, പിന്നെ കോടതിയാണ്, ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കോടതി അവധിയാണ് എന്ന് ശാലിനി പറയുകയാണ്. ആ സഹദേവൻ ബുദ്ധിപൂർവ്വം കളിച്ചത് തന്നെയാണ്. സത്യഭാമയുടെ മകൻ വിഷ്ണു ഒരു ദിവസം ലോക്കലിൽ കിടക്കട്ടെ എന്ന് അയാൾ കരുതി കാണും എന്ന് പറഞ്ഞിട്ട് ശാലിനിയോട് ചോദിക്കുകയാണ്, അവൻ അവിടെ ലോക്കപ്പിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ടനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അയാൾ ഇട്ടിരിക്കുന്ന യൂണിഫോമിൻ്റെയും വസുമതി ആൻറ്റി കൊടുത്ത കടലാസിൻ്റെയും ബലത്തിൽ സാധിക്കുമായിരിക്കും, പക്ഷേ ശരീരത്തിൽ തൊടാനായിട്ട് അയാളൊന്ന് അറയ്ക്കും എന്ന് ധൈര്യത്തോടു കൂടി ശാലിനി പറയുകയാണ്. അത് കേട്ട് രാഘവൻ നായർക്ക് ഒന്ന് ആശ്വാസമാകുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെയും സംസാരമെല്ലാം മുകളിൽ നിന്ന് സ്റ്റെപ്പിൽ നിന്ന് സുസ്മിത ഇതെല്ലാം അങ്ങ് കേൾക്കുകയാണ്. തുടർന്ന് അർജുൻ വക്കീലല്ലേ, അവൻ ജാമ്യത്തിൽ എടുക്കില്ലേ എന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം അർജുനേട്ടൻ ആഗ്രഹം കാണും, പക്ഷെ വസുമതി ആൻറ്റി സമ്മതിക്കില്ല എന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് പ്രീതിക്ക് അവിടെ എങ്ങനെയുണ്ടെന്നും രാഘവൻ നായർ ചോദിക്കുകയാണ്. പ്രീതിക്ക് അവിടെ സുഖം തന്നെയാണ്, ഇപ്പോൾ ഒരു പക്ഷേ അർജുനേട്ടനേക്കാൾ വസുമതി ആൻറ്റിക്ക് സ്നേഹം പ്രീതിയോടാണ് എന്ന് ആകെ നിരാശയായിട്ട് ശാലിനി പറയുന്നുണ്ട്. ഓ, അങ്ങനെ അതെങ്കിലും അവളെങ്കിലും സമാധാനമായിട്ട് നിൽക്കട്ടെ എന്ന് രാഘവൻ നായർ അങ്ങ് ഓടക്കണക്കിന് പറയുകയാണ്. തുടർന്നും രാഘവൻ നായർ പറയുകയാണ്, പ്രീതിയുടെ വിളിക്കാൻ പോയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞില്ല, പക്ഷേ അതെനിക്ക് അറിയാനായിട്ട് ഇവിടെ പോലീസ് വരേണ്ടി വന്നു എന്ന്. അപ്പോൾ ശാലിനി സങ്കടത്തോടെ പറയുകയാണ്, അത് അച്ഛാ മനഃപൂർവ്വം പറയാഞ്ഞതല്ല, മറ്റുള്ളവരെ കൂടി എന്തിനാണ് വിഷമിപ്പിക്കുന്നത്, അതുകൊണ്ട് പറയാഞ്ഞതാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ സുസ്മിത സത്യാമ്മയോട് പറയുമെന്ന് കരുതി, അതുകൊണ്ടാണ് പറയാഞ്ഞത് എന്ന് ആകെ കരഞ്ഞങ്ങ് ശാലിനി പറയുന്നുണ്ട്. അഴിക്കാൻ പറ്റാത്ത കുരുക്കുകളാണല്ലോ വീണ്ടും വീണ്ടും വരുന്നത്, ഇതൊക്കെ എങ്ങനെ ഒന്ന് അഴിക്കുമെന്നും പറഞ്ഞ് രാഘവൻ നായർ സങ്കടപ്പെടുകയാണ്. അന്നേരം സത്യം തെളിഞ്ഞേ മതിയാവൂ, ഒരുപാട് കാലത്തിന് ശേഷം പിരിഞ്ഞിരുന്ന രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചതല്ലേ, അന്നേരം ഉണ്ടായ ആഘോഷം, അതിനിടയിൽ പായസത്തിൽ വീണ വിഷം എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി കണ്ണൊക്കെ കത്തിജ്വലിച്ച് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ സംസാരം ശ്രദ്ധിച്ചിട്ട് രാഘവൻ നായർ പറയുകയാണ്, അപ്പോൾ പായസത്തിൽ വിഷം കലക്കിയതാണെന്ന് ഉറപ്പാണോ മോളെ എന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ അച്ഛാ എന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് മുകളിൽ നിൽക്കുന്ന സുസ്മിത സന്ദേഹപ്പെടുകയാണ്, ഇനിയിപ്പോൾ ഇവള് എൻ്റെ പേര് പറയുമോ എന്ന്. അന്നേരം ആരാ മോളെ എന്ന് വീണ്ടും രാഘവൻ നായർ ചോദിക്കുകയാണ്. തുടർന്ന് സുസ്മിതയാണ് വിഷം കലക്കിയത് എന്ന് ശാലിനി പറയുകയാണ്. അത് കേട്ട് രണ്ടുപേരും ഒരുപോലെ ഗന്ധം വിടുകയാണ്, താഴെ ഇരിക്കുന്ന രാഘവൻ നായരും മുകളിൽ നിൽക്കുന്ന സുസ്മിതയും.
തുടർന്ന് അത് കേൾക്കുന്ന രാഘവൻ നായർ ആകെ അങ്ങ് ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും അങ്ങ് വിയർക്കുകയാണ്. തളർന്ന കാലൊക്കെ വിരലുകളൊക്കെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്, കൈയും ഒക്കെ ചെറുതായിട്ട് ചലിക്കുന്നുണ്ട്. തുടർന്ന് ദേഷ്യത്തോടെ രാഘവൻ നായർ പറയുകയാണ്, കിട്ടണം, ഭാമയ്ക്ക് ഇത് തന്നെ കിട്ടണം. പാലൂട്ടി വളർത്തിയ പാമ്പിന്റെ വിഷം അവൾക്ക് തന്നെ ഏറ്റു. എന്നാലും അവള് ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നുകളഞ്ഞല്ലോ. ഈ മുറ്റത്ത് ഓടിക്കളിക്കേണ്ട എൻ്റെ കുഞ്ഞു പൈതല് ആ കവളിലൊരു ഉമ്മ പോലും കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ലല്ലോ എന്നും ആ പിശാചി സമ്മതിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങ് പൊട്ടി പൊട്ടി കരയുകയാണ് രാഘവൻ നായർ. അന്നേരം രാഘവൻ നായരുടെ സങ്കടം അങ്ങ് സഹിക്കാൻ പറ്റാതെ ശാലിനി അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ട് അന്തം വിട്ട് സുസ്മിതയ്ക്ക് എന്തോ ശബ്ദമൊക്കെ വരുമ്പോൾ സുസ്മിത അങ്ങ് വാ പൊത്തുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്കും ചെറുതായിട്ട് സങ്കടമൊക്കെ വരുന്നുണ്ട് രാഘവൻ നായരുടെ സങ്കടം കണ്ടിട്ട്. തുടർന്ന് ആകെ സങ്കടപ്പെട്ടങ്ങ് രാഘവൻ നായർ പറയുകയാണ്, ആ കുഞ്ഞിനെ എന്ന് എടുക്കാൻ വേണ്ടിയിട്ടായാലും എനിക്കൊന്ന് എഴുന്നേൽക്കണം, നടക്കണം എന്നൊക്കെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഇപ്പം ഞാനങ്ങ് ഉപേക്ഷിക്കുകയാണ്. പകരം വയ്യാത്ത ഈ കയ്യിൽ ഒരു കത്തി കെട്ടി വച്ചിട്ടായാലും ആ പിശാചിനെ ഞാൻ കൊല്ലും എന്ന ദേഷ്യത്തോടു കൂടി ശാലിനിയോട് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ഇത് കേട്ട് അന്തം വിടുന്ന സുസ്മിത, കൊള്ളാമല്ലോ ഇയാളുടെ മനസ്സിലിരിപ്പ് എന്ന് മുകളിൽ നിന്നങ്ങ് ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, വേണ്ടച്ച, നമുക്ക് അവളെ നിയമത്തിന് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇരുമ്പഴിക്കുള്ളിൽ കഴിയുന്ന ഓരോ നിമിഷവും ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് അവൾ പശ്ചാത്തപിക്കുമെന്ന് ശാലിനി രാഘവൻ നായരെ ആശ്വസിപ്പിച്ച് പറയുകയാണ്. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്, മോളെ നിനക്കെന്തോ തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് പോലീസിനെ ഏൽപ്പിക്കാമെന്ന്. അന്നേരം അവൾ പായസത്തിൽ കലക്കിയ വിഷത്തിന്റെ ബാക്കി, ഒരു കവറ്, വിരലടയാളം ഇതൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള ഫോറൻസിക് തെളിവുകളാണ് കിട്ടിയത് എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം മുകളിൽ നിൽക്കുന്ന സുസ്മിത സ്വയം പറയുകയാണ്, കിട്ടിയത് ഒലക്കയാണ്, അതിലിപ്പോൾ ഉള്ളത് നിന്റെ അടയാളമാണ്, കൊണ്ടങ്ങോട്ട് ചെന്ന് കൊടുക്കുക എന്നൊക്കെ സുസ്മിത സ്വയം മുകളിൽ നിന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, ആ തെളിവുകളൊക്കെ CA സഹദേവനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാൻ പാടില്ല. ഇരുമ്പിനെ തുരുമ്പാക്കുന്ന ജാലവിദ്യക്കാരനാണ് അയാൾ. പിന്നെ വിഷ്ണുവേട്ടനോടും സത്യാമ്മയോടും ഒക്കെ അയാൾക്ക് ദേഷ്യമല്ലേ, നമുക്ക് കുറച്ചുകൂടി ബലമുള്ള എന്തെങ്കിലും തെളിവ് വേണം എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരോട് ശാലിനി പറയുകയാണ്, അന്ന് ഇവിടെ ഫംഗ്ഷന് ഫോട്ടോയും വീഡിയോയും ഒക്കെ ക്ലീറ്റസ് എടുത്തില്ലേ, അപ്പോൾ നമുക്ക് കിട്ടേണ്ട എന്തെങ്കിലും ബലമുള്ള ഒരു തെളിവ് അയാളുടെ കയ്യിൽ കാണുമെന്ന്. അന്നേരം ഒന്ന് ആലോചിച്ചിട്ട് രാഘവൻ നായർ പറയുകയാണ്, അത് ശരിയാണ് മോളെ, എങ്കിൽ നമുക്ക് ആ വഴി നോക്കാമെന്ന്. ഇതൊക്കെ ഈ സംഭവം കേട്ടിട്ട് ചെറുതായിട്ടൊന്ന് മുകളിൽ നിൽക്കുന്ന സുസ്മിത ഒന്ന് പേടിക്കുന്നുണ്ട്. തുടർന്ന് ഞാൻ ഇപ്പോൾ തന്നെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ബാഗെടുത്ത് ശാലിനി അങ്ങ് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ സിസ്റ്റൗട്ടിലേക്ക് വീൽചെയറും തള്ളിക്കൊണ്ട് വരികയാണ്. അന്നേരം ശാലിനി പോകുന്നത് കണ്ട് സുസ്മിതയും കൂടെ ഓടി ഇറങ്ങുകയാണ്. പെട്ടെന്ന് രാഘവൻ നായർ സിറ്റൗട്ടിൽ ഇരിക്കുന്ന കാണുമ്പോൾ പിറകിലത്തെ വാതിലിൽ കൂടി സുസ്മിതയും ശാലിനിയുടെ പിറകെ പോവുകയാണ്. പക്ഷെ സുസ്മിത പോകുന്നത് രാഘവൻ നായർ കാണുന്നില്ല. തുടർന്ന് ലോക്കപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് വിജയലക്ഷ്മിയുടെ വീടാണ്. അവിടെ വിജയലക്ഷ്മി ശാരികയെ വെളിയിലാക്കി കതകടച്ചിരിക്കുകയാണ്. മുറ്റത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശാരിക നടക്കുന്നുണ്ട്. ആ സമയത്താണ് പുറത്തു നിന്നും കൃഷ്ണൻകുട്ടി അമ്മാവൻ വരുന്നത്. അന്നേരം ശാരിയെ കണ്ട്, ഇതെന്താടി വയലിൽ വെച്ചിരിക്കുന്ന കോലമോ, കയറിപ്പോടി അകത്ത് നിന്ന് അമ്മാവൻ പറയുകയാണ്. അന്നേരം എനിക്ക് വിലക്കുണ്ട്, രാജീവ് സാറിൻ്റെ അമ്മയുടെ, അകത്ത് കയറണ്ടെന്ന് പറഞ്ഞു എന്ന്. അന്നേരമാണ് അടഞ്ഞിട്ടിരിക്കുന്ന വാതിൽ കൃഷ്ണൻകുട്ടി ശ്രദ്ധിക്കുന്നത്. തുടർന്ന് അത് തലകുലുക്കി സമ്മതിച്ചിട്ട് കൃഷ്ണൻകുട്ടി അങ്ങ് അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് കൃഷ്ണൻകുട്ടി അകത്തേക്ക് ചെന്ന് വിജയലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, നീ ശാരിക എന്തിനാണ് പുറത്ത് നിർത്തിയിരിക്കുന്നതെന്ന്. അന്നേരം ഞാൻ ആരെയും പുറത്ത് നിർത്തിയില്ല, അവളോട് ഇറങ്ങി പോകാനാണ് പറഞ്ഞതെന്ന്. പിന്നെ അവിടെ നിൽക്കുന്നത് അവളുടെ തന്നെ ഇഷ്ടമാണെന്ന്. അന്നേരം രാജീവ് വരുമ്പോൾ നീ എന്ത് സമാധാനം പറയുമെന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ്. അന്നേരം അതിനുവേണ്ടി തന്നെയാണല്ലോ അവൾ അവിടെ നിൽക്കുന്നത്, അത് ഞാൻ അപ്പോൾ നോക്കിക്കോളാം. തന്നിഷ്ടം കാണിച്ച് അവളെ ഞാൻ ഇതിനകത്തേക്ക് കയറ്റില്ല. അവൾ എന്നോട് ചോദിക്കാതെ പോയതല്ലേ, ദിവസങ്ങൾ കുറേ കഴിഞ്ഞു, ഒരു ഫോൺ കോൾ പോലും വിളിച്ചില്ല. ഇവിടെ ജീവച്ഛവമായിട്ടിരിക്കുന്ന സുഖമാണോ എന്ന് പോലും തിരക്കിയില്ല. അങ്ങനെയുള്ള അവളെ ഞാൻ ഈ വീട്ടിനകത്തേക്ക് കേറ്റില്ല എന്നും പറഞ്ഞ് വിജയലക്ഷ്മി അങ്ങ് കൃഷ്ണൻകുട്ടിയോട് ദേഷ്യപ്പെടുകയാണ്. രാജീവ് വന്നിട്ട് അവൻ തന്നെ തീരുമാനിക്കട്ടെ, അമ്മ വേണോ ഭാര്യ വേണോ എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം കൃഷ്ണൻകുട്ടി ചിന്തിക്കുകയാണ്, ഇതിനിപ്പോൾ എങ്ങനെ പരിഹരിക്കുമെന്ന്. ഇതേസമയം മുറ്റത്ത് നിൽക്കുന്ന ശാരിക രാജീവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ സാറിൻ്റെ വീട്ടു പഠിക്കാൻ നിൽക്കുകയാണെന്ന്. അന്നേരം വീട്ടു പഠിക്കലോ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അതേ, സാറിൻ്റെ അമ്മ പറഞ്ഞു എന്നോട് വീട്ടിലേക്ക് കയറണ്ടെന്ന്. അത് കേട്ട് നന്ദം വിടുകയാണ് രാജീവ്. ഇതെല്ലാം പുറകിൽ നിന്ന് അമ്മാവനും വിജയലക്ഷ്മിയും കേൾക്കുന്നു. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്